എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഫോണ്ടൻറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ടാണ് ഫോണ്ടൻറ്റ് വെച്ചിട്ട് ഐസിങ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ചില പോരായ്മകൾ ഇതിലുണ്ടാകും. അപ്പോൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഫോണ്ടൻറ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാമെന്ന്. അപ്പോൾ ഞാനിവിടെ ഒരു വാനില ഫ്ലേവറിലുള്ള കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയാണ്. കാരണം ഞാനിപ്പോൾ കേക്ക് കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടാൽ ഈ വീഡിയോ ലെങ്തി ആയി പോവും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ ഒരു ബട്ടർ ക്രീം ഐസിങ് കൂടി നമ്മൾ ചെയ്യണം. അതായത് ഫോണ്ടൻറ്റ് നമ്മുടെ കേക്കിൽ ഒട്ടിപ്പിടിക്കണമെങ്കിൽ ഒരു ഐസിങ് കൂടി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കേക്കിൽ ഫോണ്ടൻറ്റ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ ഇപ്പോൾ നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ 2 വാനില കേക്ക് ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 7.5 സെൻറ്റിമീറ്റർ ഉള്ള കൊച്ചൊരു കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് 9 ഇഞ്ച് വരെയുള്ള കേക്ക് നിങ്ങൾ ഈ ഐസിങ് വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ടിന്നാണോ ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഡെക്കറേഷൻ മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ കേക്കിൻ്റെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് ട്രിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഐസിങ് നന്നായിട്ട് അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കേക്ക് കട്ട് ചെയ്യാൻ ലെവലർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ലെവൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നൈഫ് യൂസ് ചെയ്യാം. ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട് ബേക്കിംഗ് യൂട്ടൻസിൽസിനെ കുറിച്ചിട്ട്. അപ്പോൾ അത് ഞാൻ താമസിയാതെ തന്നെ ഇടുന്നതാണ്. ഇനി നിങ്ങളുടെ കേക്ക് സ്റ്റാൻഡിലേക്ക് കുറച്ച് ബട്ടർ ക്രീം തേച്ച് കൊടുക്കുക. കേക്ക് അതിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഐസിങ് ചെയ്യുമ്പം നല്ല ലെവലായിട്ടുള്ള സർഫസ് മുകളിൽ വെക്കുക. അപ്പോൾ കേക്ക് നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. അല്ലെങ്കിൽ അപ്പോൾ നമുക്കത് ഐസിങ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഐസിങ് ഇതിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു കോട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അടുത്ത കേക്ക് കൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് കേക്കിൻ്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നല്ല കട്ടിയിൽ തന്നെ ബട്ടർ ക്രീം ഇട്ട് കൊടുക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ഫോണ്ടൻറ്റ് ഇതിൽ കറക്റ്റായിട്ട് സ്റ്റിക്കായിട്ടിരിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ബട്ടർ ക്രീമിന് പകരം ചോക്ലേറ്റ് ഗനാഷ് അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് ഐസിങ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനി ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. ഈ ഐസിങ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഐസിങ് കൂടി ഞാനിവിടെ അപ്ലൈ ചെയ്യുകയാണ്. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം. കാരണം എന്നാൽ മാത്രമേ ആ ഫോണ്ടൻറ്റ് ഈവനായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഫൈനൽ ലെവലിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു നൈഫാണ്. അതായത് നമ്മുടെ ഫോർക്ക് നൈഫില്ലേ അത്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്നലെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫോണ്ടൻ്റാണിത്. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വെളിയിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് ഹാർഡായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഐസിങ് ഷുഗർ നമ്മുടെ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇത് വെജിറ്റബിൾ ഓയിലാണ്. ഇത് കയ്യിൽ കുറച്ചൊന്ന് തടകുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഫോണ്ടൻറ്റ് ഐസിങ് ഒന്നുകൂടെ സോഫ്റ്റായി വരും. തന്നെയുമല്ല അതിൽ ക്രാക്സ് ഒന്നും വീഴുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ആദ്യം കുറച്ച് ഹാർഡായിരിക്കും. നമ്മളൊരു 10 മിനിറ്റ് നന്നായിട്ട് കുഴയ്ക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മളിത് റോൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ റോൾ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ നല്ല നീളമുള്ള റോളർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് റോൾ ചെയ്യാനായിട്ട് പറ്റും ഒരേപോലെ. അതുപോലെ തന്നെ റോളറിലും കുറച്ച് ഐസിങ് ഷുഗർ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഫോണ്ടൻറ്റിൽ അത് ഒട്ടിപ്പിടിക്കില്ല. ഇനി ഇത് ഒരേപോലെ നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം.
അപ്പോൾ ഒരേപോലെ പ്രഷർ കൊടുത്തിട്ട് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ പരത്തുമ്പോൾ നമ്മൾ ഈ ഫോണ്ടൻ്റ് ഇടയ്ക്കൊന്ന് പൊക്കി കൊടുക്കുന്നത് അത്യാവശ്യമാണ്. കാരണം അല്ലെങ്കിൽ അത് കൗണ്ടർ ടോപ്പിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പരത്തി കൊടുക്കുക. ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഒരു 1/4 ഇഞ്ചാണ് ഇതിൻ്റെ കറക്റ്റ് തിക്നെസ്. അപ്പോൾ 1/4 ഇഞ്ച് ആവുമ്പോൾ നമുക്ക് റോളിങ് നിർത്താം. ഒരുപാട് കട്ടിയായും പോകരുത്, ഒരുപാട് കട്ടി കുറഞ്ഞും പോകരുത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പോൾ റോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ സൈഡിൽ നിന്നും ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ അധികം അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചിട്ടില്ല. നിങ്ങൾ എന്നിട്ട് മെഷർ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കേക്കിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നിങ്ങൾ ഈ ഫോണ്ടൻറ്റിൻ്റെ മെഷർമെൻറ്റ് 4 സൈഡിലേക്ക് മെഷർ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ കേക്ക് 9 ഇഞ്ച് ആണെങ്കിൽ അതിൻ്റെ ഡയമീറ്ററും പിന്നെ 2 സൈഡിലേക്കുള്ളതും മെഷർ ചെയ്തിട്ട് അതിനനുസരിച്ച് നിങ്ങളിത് പരത്തുക. അപ്പോൾ ഇവിടെ എൻ്റെ കേക്ക് ചെറുതായത് കാരണം എനിക്ക് മെഷർമെൻറ്റ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഫോണ്ടൻ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ലിഫ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ റോളർ ഇങ്ങനെ വെക്കുക, കുറച്ചുകൂടെ നീക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ഈ ഫോണ്ടൻ്റ് ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ട് അതിലേക്ക് മറിച്ചിടുക. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കേക്ക് എടുത്ത് വെക്കുക. ഇപ്പോൾ നമ്മുടെ ബട്ടർ ഐസിങ് നല്ലതായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മുടെ റോളർ പതിയെ ലിഫ്റ്റ് ചെയ്തിട്ട് ഈ ഫോണ്ടൻ്റ് എടുത്ത് അറൗണ്ട് സെൻറ്റർ പോർഷനിലേക്ക് അത് പതിയെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ക്രാക്സ് ഒന്നും വീഴാതെ മുകളിൽ നോക്കുക. അതിനുശേഷം നിങ്ങൾ എല്ലാ സൈഡും ചെറുതായിട്ടൊന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ അവിടെയുള്ള ഫോണ്ടൻ്റ് ഒന്ന് പൊക്കി കൊടുക്കുക, കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാർക്കറ്റ്സിൽ ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ്. ഈ ഫോണ്ടൻ്റ് ഷേപ്പ് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ പലതരം ഷേപ്സൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കത് ആമസോൺ വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ സൂപ്പർ കേക്ക് സ്റ്റോഴ്സ് കാണുമല്ലോ, അപ്പോൾ അവിടെയൊക്കെ കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനെയുള്ള ഒരു സാധനവും ഇല്ല. അപ്പോൾ ഞാനത് കൈകൊണ്ട് തന്നെയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ പതിയെ ആണല്ലോ എല്ലാം വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് കൈകൊണ്ട് ആദ്യം ചെയ്ത് നോക്കാം, അത് കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് കരുതി. അപ്പോൾ ഇതുപോലെ ഫോണ്ടൻ്റ് ലിഫ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ സൈഡിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് പ്രാക്ടീസിലൂടെ നമുക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ ഫോണ്ടൻ്റ് വെച്ചിട്ട് ചെയ്തിട്ടില്ല, പക്ഷേ വേറൊരു ടൈപ്പ് ഐസിങ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ കിട്ടുന്ന ഒരു ഐസിങ് ഉണ്ട്, മാർസിപ്പാൻ എന്ന് പറയും. അത് ഫോണ്ടൻ്റ് പോലെ തന്നെയാണ്, അത് ബദാം വെച്ചിട്ടാണ് അതിൻ്റെ ഐസിങ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് രണ്ടാമത്തെ പ്രാവശ്യമാണെന്ന് പറയാം ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫോണ്ടൻ്റ് നന്നായിട്ട് നമ്മൾ പ്രസ് ചെയ്തെല്ലാം ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കൊരു നൈഫ് വെച്ചിട്ടോ അല്ലെങ്കിൽ പിസ്സ കട്ടർ വെച്ചിട്ടോ ഈ കേക്കൊന്ന് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഫോണ്ടൻ്റ് മുറിച്ചെടുക്കാം നമുക്ക്. അപ്പം ഞാനിവിടെ വൈറ്റ് ഫോണ്ടൻ്റാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കളർ ഫോണ്ടൻ്റ് എടുക്കാം. അപ്പോൾ കളർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനിപ്പം ഉടനെ തന്നെ കാണിക്കുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള ഫോണ്ടൻ്റ് മുറിച്ച് മാറ്റി. ഇപ്പോൾ നമ്മുടെ ഫോണ്ടൻ്റ് കേക്ക് റെഡിയായി. ഇനി ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ കയ്യിൽ ഫോണ്ടൻ്റ് ഷേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ബാക്കി വന്ന ഫോണ്ടൻ്റാണ്. ഇത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമുക്ക്. അതിനുശേഷമാണ് നമ്മളതിൽ കളറൊക്കെ ചേർക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് ഒന്നുകൂടെ ഹാർഡായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എണ്ണയും കൂടെ ഇട്ടിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ രണ്ടായിട്ട് മുറിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും കളേഴ്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കളറിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് യൂസ് ചെയ്യാത്തത് എപ്പോഴും പ്ലാസ്റ്റിക് റാപ്പിൽ പൊതിഞ്ഞിട്ട് മാറ്റി വെക്കുക. എത്ര നാൾ വേണമെങ്കിലും ഇത് സോഫ്റ്റായിട്ടിരിക്കും. ഏകദേശം 2 മാസം വരെ ഇത് നന്നായിട്ടിരിക്കും. അപ്പോൾ
അപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സാധാരണ ഷെൽഫിൽ തന്നെ വെച്ചാൽ മതി. അപ്പം ചെറിയൊരു പോർഷൻ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു റെഡിൻ്റെ ഒരു ഷെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഇതിലേക്ക് തേച്ച് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഇത് ജെൽ കളറാണ്. നിങ്ങൾക്ക് ലിക്വിഡ് കളർ യൂസ് ചെയ്യാം, പൗഡർ യൂസ് ചെയ്യാം. അപ്പം ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ഫോണ്ടൻറ്റിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കയ്യിലേക്ക് കളറൊന്നും ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഓയിലൊന്ന് തടയി കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുക. അതായത് കളർ ഒരേപോലെ എല്ലായിടത്തേക്കും വരുന്ന വരെ നിങ്ങൾ കുഴച്ചെടുക്കുക. അപ്പോൾ കളർ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഒരു കളർ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ വേറൊരു കളറും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ പ്ലാസ്റ്റിക് റാപ്പിൽ പൊതിഞ്ഞിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ബ്ലൂ ആണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് ജെല്ലല്ല, ലിക്വിഡ് ടൈപ്പാണ്. അപ്പോൾ ഇതുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എൻ്റെ കയ്യിൽ ഗ്രീൻ ഇല്ലായിരുന്നു, അതായത് ലീവ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീൻ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ബ്ലൂവിൽ ചെയ്തത്. അപ്പോൾ 2 കളറും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് റെഡ് വെച്ചിട്ട് എങ്ങനെയാണ് ഫ്ലവേഴ്സ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല, പക്ഷെ ഇതിനെക്കാട്ടിലും നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ചെറിയൊരു പോർഷൻ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ചെറിയ ചെറിയ ഉരുളകളാക്കുക. അതായത് അതിൻ്റെ പെറ്റൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ പല പല വീഡിയോസ് ഉണ്ടാവും, അതായത് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത് ഫോണ്ടൻറ്റ് വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുക. അപ്പോൾ ഞാനൊരു ബട്ടർ പേപ്പറിലേക്ക് കുറച്ച് ഓയിൽ തടവിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ബോൾസ് ഒന്ന് ഉരുട്ടിയിട്ട് അതിലിട്ട് കൈവച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇപ്പോൾ പൂവിൻ്റെ ഏറ്റവും ആദ്യത്തെ ഇതളായിട്ട് നമുക്കത് എടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഉരുട്ടി വെച്ചിരിക്കുന്നതെല്ലാം ഒന്ന് ചെയ്തെടുക്കുക. ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. ഇതിപ്പം എനിക്കധികം സമയം ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ പെട്ടെന്നൊരു ഡിസൈൻ കാണിച്ചാണ്. നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് പല കാര്യങ്ങളും ഇതിൽ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ രണ്ടാമത്തെ പെറ്റൽ റെഡി ആയിട്ടുണ്ട്. അതതിലേക്ക് ചേർത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ പല വെറൈറ്റി പൂവുകൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക. നിങ്ങൾക്ക് പൂവിന് പകരം വേറെ ഷേപ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ബ്ലൂ വെച്ചിട്ടാണ് ഞാനിവിടെ ലീവ്സ് ചെയ്യുന്നത്. അത് കൈവച്ച് തന്നെ ലീവ് ഒരു ഇലയുടെ ഷേപ്പിൽ ആക്കിയെടുക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു ടൂത്ത് പിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇലയും റെഡിയായി. ഇനി ഇത് നമുക്ക് കേക്കിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഈ പൂവൊക്കെ ഇതിൽ ഒട്ടിപ്പിടിക്കണമെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഈ ബ്രഷേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഈ പെയിൻറ്റ്, അതായത് വാട്ടർ കളറൊക്കെ ചെയ്യുന്ന ബ്രഷ് ഉണ്ടെങ്കിൽ അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന പൂവ് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. മാർക്കറ്റിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൂവുകൾ ഉണ്ടാക്കുന്ന മോൾഡ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക, കിറ്റായിട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിതുവരെ കിട്ടിയിട്ടില്ല.
ഇതിൽ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരുന്നോളും, താഴെയൊന്നും വീഴില്ല. ഇനി ഇതിൻ്റെ സൈഡിൽ ചെയ്യാനായിട്ട് ഞാനിവിടെ 2 കളറിലെയും കുറേശ്ശെ ഇങ്ങനെ നീട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് സൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ട്വിസ്റ്റ് ചെയ്യുമ്പോൾ അത് പോയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വീണ്ടും അത് ചെയ്ത് ഒട്ടിച്ചു വെക്കാവുന്നതാണ്. ഇതൊക്കെ അപ്പോൾ തോന്നുന്ന ഐഡിയാസാണ്. നമ്മൾ ഇങ്ങനെ പ്രീ പ്ലാൻഡ് ഒന്നും അല്ല, അപ്പോൾ തോന്നിയതുപോലെ ചെയ്തു. പിന്നെ ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ ഇതുപോലെ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഫോണ്ടന്റ് കേക്ക് ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫോണ്ടന്റ് വെച്ചിട്ട് എങ്ങനെയാണ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാന്നുള്ളത് എല്ലാവരും കണ്ടു കാണുമല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തോളൂ, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് ഉടനെ തന്നെ ഞാൻ വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.